ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ കട്ടിങ്ങും എല്ലതും കഴിഞ്ഞ് എന്നാൽ പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് ഉണ്ടാക്കിയാലോ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണേ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ അടിപൊളി 2-3 ഉപ്പേരി ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന അല്ലറ ചില്ലറ റെസിപ്പികൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കാണിച്ചാൽ വളരെ പെട്ടെന്ന്. അപ്പോൾ ബീട്രൂട്ടിനെ നമ്മൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരണ്ടി എടുക്കട്ടോ. ഇങ്ങനെ ചുരണ്ടി എടുക്കുക. വളരെ സിമ്പിളാണ്. അത് ചുരണ്ടട്ടോ. ഇതങ്ങോട്ട് എണീറ്റിട്ട് ചുരണ്ടണം. നല്ല റെഡിക്കാണ് കിട്ടുള്ളൂ. ഇരുന്നൊന്നും ചുരണ്ടാൻ പറ്റില്ല. ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ തിരുമ്പിയാണ് വെച്ചാലോ. ഓക്കെ, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും എൻ്റെ ചാനലിൻ്റെ പേര് ഒന്ന് തന്നെയാണ്, നെച്ചിയം വ്ളോഗ് എന്നാണ്. അപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച ഒരൊറ്റ വീഡിയോ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഉപ്പിട്ട് കാണി നമ്മൾ ഇപ്പം തന്നെ റെഡി ആക്കാം കേട്ടോ. ഉപ്പിട്ടാൽ പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണ്ട. ഇനി അടുത്തായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ചതച്ചതായിരുന്നു. തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി ചതച്ചത്. ഇതിൽ നിന്ന് പകുതി എടുത്ത് കൊടുക്കുക. 2 ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. 2 ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പകുതിയാണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേറെ തേങ്ങ ചിരണ്ടാനും എനിക്ക് വെജ ഉള്ള അറിയാലോ, വെജ. അപ്പോൾ ഞാൻ ഇത് തിരുമ്മി യോജിപ്പിക്കണ്ടേ. ഇനി നമുക്ക് തീരുമാനമാവില്ല ഉള്ളത് ഇതിമ തന്നെ തിരുമ്പാൻ കരുതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടോ. ഇത് ഉപ്പേരി ആയിട്ടില്ല. ഉപ്പേരി ആകാനുള്ള ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എത്തി. കുറച്ചും കൂടി തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കല്ലേ. ഇട്ടാൽ പിന്നെ അടുത്ത ഉപ്പേരിക്ക് തേങ്ങ ഉണ്ടാവില്ല, കുറച്ചൊക്കെ മതി ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിടണ്ട, ഇനി വേറെ ഒന്നും ഇടണ്ട. ഇതവിടെ റെഡി ആയിട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് കൈ കഴുകിയിട്ട് തരാം. അപ്പോൾ ഇതിവിടെ മാറ്റി വെച്ചിട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ മീനിക്ക് മസാല ഇടാൻ പോവുകയാണ്. ഈ മസാലയിലേക്ക് എന്തൊക്കെ ഇടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ കൊത്തി ചതച്ചത്. വെളുത്തുള്ളി ചതക്കുക, ചെറിയ ഉള്ളി ചതക്കുക, പിന്നെ മുളക്, കരിവേപ്പിൻ്റെ ഇല, മഞ്ഞൾപ്പൊടി, മൈദപ്പൊടി എന്തിനാ ചേർക്കണമെന്ന് വെച്ചാൽ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് നെരിഞ്ഞ് മുരിഞ്ഞിട്ട് കിട്ടാനാണ് കേട്ടോ മൈദപ്പൊടി ചേർക്കണം. അപ്പോൾ മൈദപ്പൊടി ചേർക്കണ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചട്ടിയിൽ നിന്ന് നല്ല ഒച്ചയോടുകൂടി പൊരിച്ചെടുക്കാൻ പറ്റും. മുങ്ങി പൊരിക്കണ എന്തായിട്ടും നമ്മൾ ചട്ടിയിലിട്ട് പൊരിക്കണതിന് മുമ്പ് കുറച്ച് മൈദ നമ്മൾ ഇങ്ങനെ ചേർത്തിട്ട് മസാല ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊരിഞ്ഞിട്ടെന്നുള്ള ഇതിൻ്റെതായിട്ടുള്ളൊരു കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബത്തൽ മീനി നമുക്ക് ഇതിൽ ഇട്ടെടുക്കാം. ബത്തൽ നന്നാക്കുന്ന വീഡിയോ യൂട്യൂബിലുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു വീഡിയോ. അപ്പോൾ ഞാൻ ഇത് ഇതിൽ ഇട്ടെടുക്കാം കേട്ടോ. ഇട്ടെടുത്തിട്ട് നമ്മൾ എന്താക്കുക, മസാല ഇട്ടണല്ലോ. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് നേരത്തെ തയ്യാറാക്കിയ മസാലയാണ്. അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇവിടെ നമ്മൾ ചട്ടിൻ്റെ മുന്നിലെത്തിട്ടോ. ചട്ടിൻ്റെ മുന്നിലെത്തി കഴിഞ്ഞാൽ ചട്ടിക്ക് നമ്മൾ എണ്ണ ഒഴിച്ചെടുക്കണേ. എണ്ണ ഒഴിച്ച് ഇപ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഉപ്പേരി ഉണ്ടാക്കുക കേട്ടോ പെട്ടെന്ന്. ഈ ചട്ടി വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. നല്ല ചട്ടി കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട്. ഉപ്പേരി ഉണ്ടാക്കാനും മീൻ പൊരിച്ചാനും ദോശ വരെ ഉണ്ടാക്കാൻ പറ്റും. ഇരുമ്പ് ചട്ടിയാണ്. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ അയൺ ചട്ടിയാണ് നല്ലത്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. കറിവേപ്പില നല്ല നുള്ളിപ്പിച്ചിട്ട് നമ്മൾ ഇതിൽ ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് നമ്മളൊന്നും ചേർക്കാനില്ല കേട്ടോ. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇന്ന് ഇളക്കി കൊടുക്കാം. താൽക്കാലിക നമുക്ക് ഇതുപോലെ ഒരു ചട്ടകാണ് കിട്ടിയത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇളക്കി എടുക്കാം. കടുക് കരിയും നിർത്തിയിട്ടാണ്. ഉപ്പൊക്കെ നമ്മൾ ആദ്യം ഇളക്കി യോജിപ്പിച്ചതാണ്, അതുകൊണ്ടൊരു പ്രശ്നമില്ല. ആദ്യം ഒന്ന് തീ ഫുള്ളിലിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നല്ലോണം ചൂടായിക്കോട്ടെ. എന്നിട്ട് നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം. ചട്ടി സൂപ്പറാട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിൻ്റെ പോലെ ഉള്ളത് എനിക്കങ്ങനെ തോന്നണേ. നോൺ സ്റ്റിക്ക് അല്ല, നോൺ സ്റ്റിക്ക് ക്യാൻസറിന് കാരണമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ആദ്യം ഫുള്ള് തീയിലിടുക, പിന്നെ കുറച്ചിട്ടിട്ട് ഇതുപോലെ അടച്ചേക്കാം കേട്ടോ. ചെറിയ മൂടിയാണ് കിട്ടിയ കേട്ടോ, മതി. ഇത് അടച്ചേക്കാനല്ലേ, അപ്പോൾ മതി. ഞാൻ അടുത്ത ഉപ്പേരി ഉണ്ടാക്കാൻ പോവാം. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഉപ്പേരി മുരിങ്ങാക്കോലിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്യുക. ഒറ്റൊന്നേ കാണിച്ചിട്ടുള്ളൂ. കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കലെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് കേട്ടത്. 2 കട്ട് ചെയ്തിട്ട് കാണിച്ചാൽ 2 കട്ട് ചെയ്തിട്ട് കാണിച്ചാൽ മൈക്ക് ഉണ്ടായിന്. മൈക്ക് കുട്ടികൾ എടുത്തിട്ട് കേടൊന്നും പോയി. അപ്പോൾ നമുക്ക് മൈക്കൊന്നും വേണ്ടപ്പോൾ ഉള്ള സൗണ്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉപ്പും പാത്രം മാറ്റിയേക്കട്ടെ. അടുത്തായിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് കാണില്ല കണ്ടിനവിടെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചിരണ്ടിയെടുക്കുക കേട്ടോ. വളരെ സിമ്പിള്. ഇങ്ങനെ ചിരണ്ടിയെടുക്കുക.
നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഉപ്പേരി. ഇങ്ങനെ അങ്ങോട്ട് ചുരണ്ട, ഇതുപോലെ ചുരണ്ടെടുക്കുക. വീഡിയോ ക്ലിയർ ഇല്ല, ക്വാളിറ്റി ഇല്ല ഒക്കെ എനിക്കറിയാം. ഒക്കെ പരിഗണിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. ഉള്ള ക്ലിയറൻസ് ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുക, അത്രേ ഉള്ളൂ. ഫോണ് മാറ്റണം. പിന്നെ ഒന്നാമത് ഈ പച്ച പെയിൻറ് കണ്ടോ, അവിടെയൊക്കെ ചെറിയ ചെറിയ പൊട്ടും വെളിച്ചൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ഉള്ളതാണ്. ഏറ്റവും നല്ല ക്ലിയർ ഉള്ള സ്ഥലത്ത് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കാട്ടിട്ടോ ഇതുപോലെ കിട്ടും. അതിൻ്റെ തൊലി വളരെ നീറ്റായിട്ട് ഒന്നുമില്ലാതെ അങ്ങനെ കിട്ടും. ഉപ്പേരിൻ്റെ ഗ്യാസ് ഞാൻ ഓഫാക്കി വന്നിട്ടോ റെഡിയായി. നമുക്ക് തന്നെ റെഡിയാക്കണ്ട ഒരു ഡെക്കറേഷൻ ഉണ്ട്. ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് തേങ്ങ തിരുമ്മി വെച്ചാലോ. നമുക്ക് തേങ്ങ തീക്ക് തിരിയില്ല. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കണം അറിയുന്ന ഐറ്റം തന്നെയാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. എന്നാലും ഞാനിവിടെ പുതിയ ആളാണ്. ഫേസ്ബുക്കിൽ യൂട്യൂബിൽ പിന്നെ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഈ തേങ്ങ നേരത്തെ നമ്മൾ പകുതി തേങ്ങ എടുത്ത് അയക്കിട്ടു. ഇനി ബാക്കിയുള്ള പകുതി തേങ്ങ കൂടി ഒക്കെ ഞാൻ കൈയിടുന്നുണ്ട് കേട്ടോ. കൈയിട്ട് കണ്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഇതിന് വൃത്തികേടായൊന്നും കണ്ടാൽ ഞാൻ എൻ്റെ കൈയേക്കിയിട്ടാണ് വന്നത്. മുരിങ്ങാക്കായ ആയതുകൊണ്ട് നമ്മൾ തൊലി അതിൻ്റെ എടുക്കാത്തതുകൊണ്ട് നമുക്കത് കേൾക്കണം നിർബന്ധമല്ല. അതിൻ്റെ ഉള്ളിലെ ഇത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിക്ക് ഉപ്പിട്ട് കണ്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇളക്കാനൊന്നും എനിക്ക് പറ്റില്ല. സ്പൂൺ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ഉപ്പ് അവിടെയും ഇവിടെയൊക്കെ ഇരിക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കുന്നില്ല, നമ്മൾ കൈയിട്ട് ഇളക്കും. കൈപ്പുണ്യം ചെല്ലാണെങ്കിൽ കൈയിട്ടാണ്ട് ഇളക്കണം, എന്നാലേ കൈപ്പുണ്യം കിട്ടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ അല്ലെന്ന് അറിയില്ല. മൈക്കൊക്കെ കുട്ടികൾ കേടെടുത്തിരിക്കണ്. കുറച്ച് മൈദപ്പൊടി, ഒരു മഞ്ഞ കളറിന് മൈദപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി. മഞ്ഞ കളറിന് മൈദപ്പൊടി അല്ലല്ലോ ഇടേണ്ടി, മഞ്ഞൾപ്പൊടി. നമ്മളിത് ഇളക്കി തന്നെ നല്ലോ ഇളക്കിയാണ്. ഇത് തിന്നാനല്ല കേട്ടോ, അത് ഉപ്പേരിയാണ്. നല്ലോ ഇളക്കി കൊടുക്കുക. ഇതിൽ തേങ്ങ ഉണ്ടെങ്കിൽ പരമാവധി ഇട്ടിട്ട് ഇളക്കുക. ലൈറ്റ് മഞ്ഞ, അവിടെ ലൈറ്റ് കളർ ഇതുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്ര മതി. ഓക്കെ, നമുക്ക് അടുക്കളയ്ക്ക് പോവാം. ആദ്യം തന്നെ നമ്മളെ ചോറ് എന്തായിക്കണം നോക്കട്ടെ. ഉപ്പേരി കുറേ ഉരുട്ടി മുണുങ്ങിയിട്ട് കാര്യമില്ലല്ലോ, ചോറ് റെഡി ആവണ്ടേ. ചോറ് ഒറ്റ വിസിൽ വന്ന കുക്കറാണ്. കുറച്ച് ആവി ഇതിൽ നിൽക്കുന്നുണ്ട്, കുറച്ച് ആവി ഉണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം പറഞ്ഞിട്ട് ആവി ഒഴിവാക്കാം. കുക്കർ തുറന്നിട്ട് ചോറൊറ്റ തട്ടലിട്ടോ. ചോറ് റേഷനരിയാണ്. അപ്പോൾ കുറേ നേരം വേകാൻ നിൽക്കണില്ല, അത്ര മതി. 3/4 വേവ് ആയിട്ടുണ്ട്. അതായിട്ടാണ് നിങ്ങളൊക്കെ ചോറ് ഊറ്റൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചോറ് ഊറ്റൽ ഇങ്ങനെയാണ്. ഇതാണ് വളരെ സിമ്പിളായിട്ട് ചോറ് ഊറ്റാൻ പറ്റിയൊരു ഐറ്റം എന്നുള്ളത്. കുക്കറിൻ്റെ പൊടിയൊന്നും കണ്ടിട്ട് നിങ്ങൾ ബോധം കിടണ്ട. അത് ആധുനിക യുഗത്തിലുള്ള കുക്കറാണ്. കുക്കറൊക്കെ മാറ്റണം എന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഇപ്പം അതിനൊന്നും പറ്റൂല. ഇപ്പം നമ്മൾ നേരെ തീക്കനെ തട്ടി കൊടുക്കുക കേട്ടോ. ചോറവിടെ വേറെ ഉണ്ട് തിളപ്പിച്ചൂറ്റിയത്. അപ്പോൾ അത് വെറുതെ കളയാൻ പറ്റില്ല, ഇത് വെറുതെ കളയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കുട്ടികൾ ഇവിടുന്ന് തറവാട്ടിക്ക് വിരുന്നും പോയി. അതുകൊണ്ട് കുറച്ച് ചോറ് മതി. ഇതുകൊണ്ട് ഒരു കയ്യിലിട്ട് ഇതിലടച്ച ചോറ് വെക്കാനും അടച്ചെക്കാനും ഒക്കെ ഒരു പാത്രമാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളി. അപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ടിൻ്റെതാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഇട്ട് കയ്യിൽ അടിച്ചാൽ തന്നെ നമുക്ക് ഒരൊച്ചേട്ടങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ആ ഒച്ച എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. കുറച്ച് കഴിയുമ്പോൾ തീത്ത വെള്ളമൊക്കെ വാർന്നിട്ട് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും. എനിക്കിഷ്ടം കുക്കർ ചോറാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെ ഇഷ്ടം എനിക്കറിയില്ല, എൻ്റെ ഇഷ്ടം അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പം, സിമ്പിൾ. ഇതിലാകുമ്പോൾ ചൂട് കുറേ നേരം നിൽക്കട്ടെ, അത് അതിൻ്റെ ഒരു പ്രത്യേകത. ആ കുക്കറിന് ഊറ്റിയ കഞ്ഞിവെള്ളം ഉണ്ട്, എങ്ങനെയുണ്ട് എന്ന് അറിയാൻ നിങ്ങൾക്കൊരു ആകാംക്ഷയല്ലേ. അത് ഇതുപോലെ തെളി കഞ്ഞിവെള്ളമാണ്. ഇപ്പോൾ ചോറിൽ പച്ചവെള്ളം വാർന്ന് ഊറ്റിയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെന്ത് കഴിഞ്ഞാൽ നേരിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം വെച്ചാൽ മതി. വെള്ളം വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് അങ്ങോട്ട് ഊറ്റിയെടുക്കുക. പിന്നെ അതിൽ വെള്ളം പാർന്നു കഴിഞ്ഞാൽ ചോറ് പെട്ടെന്ന് കേടാവും. ഇങ്ങനെയാണെങ്കിൽ ചോറ് അത്ര നേരം കേടാവാതെ നിൽക്കുമെന്നാണ് പറയാനുള്ളത്. ഈ ഉപ്പേരി റെഡി ആക്കണം. ഉപ്പേരി നമുക്ക് പാത്രം മാറ്റാം. നമുക്ക് ഇതിൽ വേറെ ഉപ്പേരി ഉണ്ടാക്കാനുള്ളത്, അതുകൊണ്ട് പാത്രം മാറ്റി. വലിയൊരു പാത്രമാണ് കിട്ടിയത്. വലിയൊരു പാത്രമാണ് കിട്ടിയത്. കിട്ടിയ പാത്രത്തേക്ക് നമുക്ക് അടിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഉപ്പേരി ചട്ടി സൂപ്പറാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടി പിടിച്ചാൽ നല്ല റെഡിക്കനെ കിട്ടിയിരിക്കണ്. നന്നായിട്ട് തുടച്ചെടുത്തിട്ട് അടുത്ത ഉപ്പേരി നമുക്ക് ഉണ്ടാക്കാം.
ബീട്രൂട്ട് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം ഞാൻ അത് കഴുകിക്കൊണ്ടുവന്നു. നമുക്ക് ഈ ചട്ടി ഒന്നും കൂടി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ഈ ചട്ടി ഇവിടെ തീ കത്തിച്ചെടുക്കാം. 2 ചട്ടിയാണെന്ന്. ഇതിലും ഉണ്ടാക്കാം, ഇതിലും ഉണ്ടാക്കാം. ഒന്നിൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കും, ഒന്നിൽ നമ്മൾ മീൻ ഫ്രൈ ആക്കാൻ പോവാണ്. ഒരു സൈഡിൽ എണ്ണ ഒഴിച്ചെടുക്കുമ്പോഴത്തേന് അടുത്ത സൈഡ് വെള്ളം വറ്റി വന്നോളും. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ടെക്നിക്ക്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. ഇതിലും കടുക് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങ ഉപ്പേരി, മുരിങ്ങൻ്റെ അല്ല, എന്താ പറയുക, മുരിങ്ങാക്കായൻ്റെ ഉപ്പേരി. കരിവേപ്പിൻ്റെ ഫുൾ ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ നുള്ളിപ്പിച്ചിട്ടെടുക്കാനാണ് പോണത്. നുള്ളിപ്പിച്ചിട്ടെടുത്തു, അതിനൊന്ന് ഇളക്കി കൊടുത്ത്. ഇനി നമുക്ക് ഉപ്പൊന്നും ഇടാനില്ലാത്തതുകൊണ്ട് നമ്മൾ നേരിട്ട് ചട്ടിക്ക് ഇടാൻ പോവുകയാണ്. അതും നേരിട്ട് ചട്ടിക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇളക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇളക്കാൻ പോകണില്ല. ആ കടുക് കരിന്ന് കരുതിയിട്ട് മാത്രം ഞാൻ ഇവിടെ ഇളക്കണത്. അത് കഴിയുണ്ടെന്ന് നമുക്ക് ആ കടുക് കരിനേന് ഒന്ന് ഇളക്കി കൊടുക്കാമേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് അലിഞ്ഞ് വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. വേറെയുള്ള ഉപ്പേരികൾക്കൊന്നും ഞാൻ വെള്ളം ഒഴിച്ചെടുക്കില്ല. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. വന്നോട്ടെ, റെഡിയിൽ വന്നോട്ടെ കരുതിയിട്ടാണ് ഒഴിച്ചെടുക്കണേ. ഇനി നമുക്ക് ആദ്യം ഫുൾ തീയിലിട്ട് കണ്ട് പിന്നെ കുറച്ച് കുറഞ്ഞ തീയിലിട്ട് കണ്ട് അടച്ചേക്കാം. ആദ്യം ഫുള്ള് തീയിൽ റെഡിയിലാണ്ട് റെഡി ആയിക്കോട്ടെ. പിന്നെ തീ കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇതിനൊക്കെ നല്ല രീതിക്ക് ഒരുക്കൂട്ടി ഇങ്ങോട്ട് സൈഡാക്കി വെച്ചിട്ട് നമുക്ക് അടച്ചേക്കാം. ഈ ഒരു മൂടിയാട്ടപ്പൊക്ക് കിട്ടിയത്, വേറെ മൂടിയൊന്നും കാണാനില്ല. ഫുള്ള് തീയിലിട്ട് എടുത്തിക്കണേ. അതിലത്തെ വെള്ളം വറ്റിക്കോട്ടെ. അപ്പോഴേക്ക് ഈ ചട്ടി ഇവിടെ ചൂടായിക്കണേ. അടുത്ത ചട്ടിക്ക് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ഇതാണ് ഏറ്റവും നല്ലത്. എണ്ണയിൽ ഞാൻ മുക്കി പൊരിക്കാം കേട്ടോ. വത്തൽ മീനാകുമ്പോൾ എണ്ണയെ മുക്കി പൊരിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എണ്ണ പറന്ന് കുറേ പാരേണ്ടി വരും. അതിലേറെ നല്ലത് എണ്ണയിൽ മുക്കിയാണ് പൊരിച്ചാണ്. ഇതിൽ വെള്ളം കുറച്ച് ഏറിപ്പോയോ എന്ന് ചെറിയൊരു ഡൗട്ട് ഇല്ല. റെഡിയാട്ടെ. ഒന്ന് തീ ആദ്യം നമ്മൾ മൈദയൊക്കെ ചേർത്ത് പൊരിച്ചുകൊണ്ട് ഇത് പൊരിക്കുമ്പോൾ തന്നെ ഒരു ഒച്ചയിക്കാരതിൽ നിന്ന് വരിക. മൈദ ഇട്ട് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ചെറിയ അടുപ്പുമ്മലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട്. മീനാണ് കേട്ടോ പൊരിഞ്ഞുകൊണ്ടിരിക്കണത്. നമ്മൾ അടുപ്പ് ഇങ്ങോട്ട് മാറ്റി വെച്ചെടുത്ത് ഫുള്ള് തീയിലാകണം. നല്ല പെട്ടെന്ന് റെഡിയായി കിട്ടുള്ളൂ. എണ്ണയിൽ മുക്കി പൊരിച്ചിന സാധനമൊക്കെ ഫുൾ തീയിലിട്ട് വറുത്ത് കോരണം. ഉപ്പേരി ഏതാണ്ട് റെഡി ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് ഇളക്കി നോക്കാം. വെന്തണോ ചെക്ക് ചെയ്യണമെങ്കിൽ കൈയിട്ട് നോക്കാം. ഒന്നുകൂടി തീ കുറച്ചിട്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. എണ്ണ പിടിക്കുക, അത് കോരി എടുക്കുക. ആകെ ഉടഞ്ഞും ചെയ്തതിന് പ്രശ്നമല്ല, പത്തലല്ലേ. കോരിട്ട് സാഹസികമായിട്ട് ഇവിടെ വെച്ചിട്ട് അമർത്തുക. എന്നിട്ട് ഇതിലേക്ക് കോരിടുക. ഉണ്ടോ ഇങ്ങനെ. അപ്പോൾ എണ്ണ പുതിയ ചോറ് എനിക്ക് മാത്രം തിളപ്പിച്ച് കിട്ടിയ ചോറ്, അങ്ങനെയാണ് ഇവിടുത്തെ രീതി എന്നുള്ളത്. കായം ചോറ് ഞാനാ തിന്നുന്ന ആള്. അപ്പോൾ നമ്മൾ ചോറ് വിളമ്പുക. ഉപ്പേരില്ല, മീനുണ്ട്. നല്ല നെരിഞ്ഞ മീനാണ് കേട്ടോ. ഈ മീൻ ഇതിൻ്റെ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ ഇടുക. പിന്നുള്ളത് ഉപ്പേരി ഉണ്ട്. കറി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കറി ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് കറി ഉണ്ടാക്കിയില്ല. ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ട്.
അപ്പോൾ ചോറ് കഴിച്ചാൻ വേണ്ടി കൈയൊക്കെ കഴുകി റെഡിയായി വന്നിരുന്നപ്പോഴുള്ള കൂട്ടാനുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. എന്തൊക്കെ കൂട്ടാനുണ്ട്? മീൻ പൊരിച്ചുണ്ട്, ഇതിൻ്റെ ഉപ്പേരിയുണ്ട്, ഉപ്പേരികളൊക്കെ ഉണ്ട്. നമ്മളിത് എങ്ങനെ തിന്നലും കൂടി കാണിച്ചിട്ട് എൻ്റെ വീഡിയോ അതിൻ്റെ പോക്ക്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ ഉപ്പേരി എടുക്കുക, മീൻ പൊരിച്ച് കൊടുക്കുക. എന്നിട്ട് മീനൊന്നും മുള്ളില്ലാത്ത ബത്തൽ മീനായതുകൊണ്ട് പ്രശ്നമല്ല. ഇതുകൊണ്ട് എടുത്തിട്ട് കറിയൊന്നും വേണ്ടിട്ട് നമുക്ക്. കറി ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാട്ടെ ഞാൻ കറി ഉണ്ടാക്കാത്തത്. എന്നിട്ട് മീനൊന്നും കൂടി ഇരിക്കാം നമുക്ക്. എടുത്തിട്ട് നമ്മൾ ഇതിലൊക്കെ പാടാണ് കുഴച്ചിട്ടാണ് കഴിച്ചാണ്ടല്ല. നല്ല ചൂട് ചോറാണ്, കഴിച്ചാൽ നല്ല സൂപ്പറായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും, എനിക്ക് കഞ്ഞിവെള്ളം ഇഷ്ടം. എൻ്റെ മൊക്കനക്ക് വളരെ പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് ഷെയർ ചെയ്ത് ബോറടിക്കാതെ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ ഹെൽത്തി റെസിപ്പിയൊക്കെ ഉണ്ടാക്കുക. എനിക്ക് ചോറ് ഉരുട്ടാൻ പാടില്ല എന്നൊക്കെ പറയും, എനിക്ക് ഉരുട്ടി ചേലായിപ്പോയി. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.